അപ്പോൾ 20 മേൽ തെങ്ങ് 6 വർഷം പ്രായമായത് കൊലയ്ക്കാൻ തുടങ്ങിയത്. പിന്നെ വാഴ ഒരു 200ഓളം വാഴയെല്ലാം ഇവിടെ ഉണ്ട്. പിന്നെ 2-3 റബ്ബർ, കശുമാവ്, എല്ലാം ചവിട്ടി എല്ലാം നാശമാക്കി കളഞ്ഞു. കമുകും തൈ ഉണ്ട്. ഇതിനു മുമ്പ് ഇത് കയറി ഇങ്ങനെ ശല്യം വന്നിട്ടില്ല. നേരത്തെ മേളിക്കടയൊക്കെ വന്ന് പോയിട്ടുണ്ട്. അതൊക്കെ 3-4 കൊല്ലം മുമ്പാണ്. പിന്നെ ഇപ്പം എന്നാ വെച്ചാൽ ഫോറസ്റ്റിൻ്റെ ഫെൻസിങ് അവിടെ കറക്റ്റല്ല. അവർ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് അവിടെ കട്ട് ചെയ്തിട്ടേക്കുവാ. അതിന് അവർ സമിതി കൂടിയപ്പോൾ അവർ പഞ്ചായത്തിൽ നിന്ന് കൂടിയപ്പോഴും മറ്റേ ഫോറസ്റ്റിൻ്റെ ഇത് കൂടിയപ്പോൾ അവരോട് പറഞ്ഞതാണ് അവർ ചെയ്യാം എന്നൊക്കെ പറയണമല്ലാണ്ട് അവർ ഓരോ കാരണങ്ങൾ പറഞ്ഞതേ ഉള്ളൂ, അല്ലാണ്ട് ചെയ്തിട്ടില്ല. അതിലാണ് ഈ ആന എല്ലാം ഇങ്ങോട്ട് കിടന്നു വരുന്നത്. ഈ ഭാഗത്തേക്ക് കയറുന്നതും ഇവിടെ മറ്റുള്ള വീട് ഇന്നലെ മിനിഞ്ഞാന്ന് ആന ഇങ്ങനെ പറമ്പിൽ വന്നായിരുന്നു. അതും അവിടെ നിന്ന് അതിലാണ് കിടന്നു വരുന്നത്. ഇന്നിപ്പോൾ ഫോറസ്റ്റുകാർ വില്ലേജിൽ നിന്ന് മറ്റേ പഞ്ചായത്ത് പ്രസിഡൻ്റൊക്കെ വന്ന് നോക്കിയിട്ട് പോയി. എന്താ പറഞ്ഞത്? അവരിപ്പോൾ നഷ്ടം കൊടുക്കാം എന്നാലും ഞാൻ ഈ കാര്യം പറഞ്ഞു. അപ്പോൾ അവർ കാട് കൊത്താൻ ആളില്ല, ചെയ്യാൻ ആളില്ല. അപ്പോൾ പിന്നെ ചൊവ്വാഴ്ച ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് പോയിട്ടുണ്ട്. ചെയ്യുവാണോ ചെയ്യാതിരിക്കുവാണോ എന്നൊന്നും അവരുടെ കാര്യങ്ങളാണ്. അവരിതിനു മുമ്പും ചെയ്യാമെന്നും പറഞ്ഞ് പഞ്ചായത്തുകാരെ കൊണ്ട് കാട് കൊത്തിക്കാമെന്നോ അല്ലെങ്കിൽ അവിടെ അവരെ കൊണ്ട് കാട് കൊത്തിക്കാമെന്നൊക്കെ പറഞ്ഞു. പറച്ചിലല്ലാണ്ട് ആ ഒരു ഏരിയ തിരിച്ചിട്ടിട്ട് ആ ഫെൻസിങ് മൊത്തമുള്ള ഫെൻസിങ് ഫോറസ്റ്റിൽ നിന്നുള്ളത് കട്ടാക്കിയിട്ടേക്കും. ആ ഇടയ്ക്കൊക്കെ ആനയ്ക്ക് കയറി അങ്ങോട്ടും ഇങ്ങോട്ടും പോരാം. ഈ ഭാഗത്തേക്ക് മൊത്തം ഈ പാണത്തൂർ വരെ വരുന്ന സ്ഥലം ഈ ഇതാണ്, ആ സ്പോട്ടാണ്. ഷാജുവിൻ്റെ റബ്ബർ തോട്ടം ഒഴിവാക്കിയിട്ട് ബാക്കി കമുകും തെങ്ങും നിൽക്കുന്ന സ്ഥലം ഈ ആന കയറി ശല്യം ചെയ്യുന്ന പൊതുവെ ഈ കമുകും തെങ്ങിലുമൊക്കെയാണ്. അപ്പോൾ അതിൽ ശല്യം ചെയ്യാതിരിക്കാൻ വേണ്ടി ഷാജു സ്വന്തം പൈസയ്ക്ക് ഷാജു ഇൻഡിവിജ്വലായിട്ട് ഇവിടെ ഫെൻസിങ് ചെയ്തിട്ടുണ്ട്, സോളാർ ഫെൻസിങ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങോട്ട് കയറുകയാലെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ അവിടെ ഈ ഫോറസ്റ്റുകാർ ഒഴിവാക്കിയിട്ട സ്ഥലത്ത് കൂടെ ആന കയറി ഈ താഴെ ഈ കൃഷിയിലേക്ക് ഇറങ്ങി വന്നു. അതുണ്ടായതിപ്പോൾ അതിപ്പോൾ ഒരു കൂട്ടം ആനയാണ് വന്നത്. ഒരു കൂട്ടം ആന ഇപ്പോൾ ഇങ്ങോട്ട് വരാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഈ 2 തോട്ടം ഒരു തോട്ടം ഇടയ്ക്ക് കിടപ്പുണ്ട്. അതിൻ്റെ അപ്പുറം ഇപ്പുറം കൊണ്ടുവന്നിട്ട് ഈ ഫെൻസിങ് അവിടെ നിർത്തി വെച്ചിരിക്കുക. അപ്പോൾ അത് കൂട്ടിമുട്ടിക്കാൻ വേണ്ടി കഴിഞ്ഞ പ്രാവശ്യം അവിടെ പഞ്ചായത്തിൽ സർവകക്ഷി മീറ്റിംഗ് എല്ലാം വിളിച്ച് ഈ കർഷകരുടെ മീറ്റിംഗെല്ലാം വിളിച്ച് കൂട്ടിയിരുന്നു. അന്ന് DFOയും അതുപോലെ തന്നെ കളക്ടർ അടക്കമുള്ളവർ വന്നിട്ട് ഞങ്ങൾ ഇനിയും ഒരു മേഖലയിൽ ഇവിടെ ഒരു ആന കയറത്തില്ല, ആ ഒരു രീതിയിലുള്ള സംവിധാനം ഞങ്ങളിവിടെ ഉണ്ടാക്കും എന്ന് അവർ കർഷകർക്ക് ഉറപ്പ് കൊടുത്തിട്ട് പോയതാണ്. അത് കഴിഞ്ഞിട്ട് വർഷം 3 കഴിഞ്ഞ് 4 വർഷത്തോളം ആയി. കഴിഞ്ഞ 3-4 വർഷമായിട്ട് ജൂൺ ജൂലൈ മാസങ്ങളിലാണ് ഇവിടെ ആന വരിക. ഈ ജൂൺ ജൂലൈ മാസങ്ങളാകുമ്പോഴേക്കും ഈ പരിയാരം ഭാഗത്തുള്ള അല്ലെങ്കിൽ ഈ വട്ടക്കയം ഭാഗത്തുള്ള കർഷകരെ സംബന്ധിച്ച് അവർ നെഞ്ചെടുപ്പ് വളരെ അധികം കൂടിക്കൊണ്ടിരിക്കുക. എപ്പോഴാണ് ആന വരുന്നത് എന്ന് അറിയാൻ പറ്റാത്തൊരു സാഹചര്യം. ഇന്നലെ രാത്രി ഇതുപോലെ കിടന്നിറങ്ങി നേരം എടുക്കുമ്പോഴാണ് ആന ഇവിടെ വന്ന് ഇവർ അറിയുന്നത്. അത് ഇവർ സ്വന്തമായിട്ട് ഇവരെ പറമ്പിൽ ഫെൻസിങ് ഇട്ടതാണ്. എന്നിട്ട് പോലും ആന കയറി കർഷകരെ ആക്രമിക്കുന്നു. നിങ്ങൾ കണ്ടില്ലേ എത്രയോ തെങ്ങ്, കവുങ്ങ്, വാഴ പലയിടത്തും കൃഷി ആന കയറി കൃഷി നശിപ്പിച്ചെന്ന് പറഞ്ഞാലും ഇത്ര വ്യാപകമായ രീതിയിൽ കൃഷി നശിപ്പിച്ചത് ഇപ്പോൾ ആദ്യമായിട്ട് കാണുന്നത്. ഇത്രയും കൂടുതലായിട്ട് കൃഷി നശിപ്പിച്ചിട്ട് നമ്മൾ സാധാരണ നിലയിൽ കണ്ടിട്ടില്ല. പലയിടത്ത് ആന കയറി, കമ്മാടി കയറി, കല്ലപ്പള്ളി കയറി, എല്ലാം പെരുതിരി കയറി, റാണിപുരത്ത് കയറി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇതുപോലെ വ്യാപകമായിട്ട് കൃഷി നശിപ്പിച്ചത് കണ്ടത് ഇപ്പോൾ ഇവിടെയാണ് ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ അതിനുള്ള നഷ്ടപരിഹാരം കൃത്യമായിട്ട് സമയബന്ധിതമായിട്ട്, അതായത് ഒരു നാശം വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ അന്വേഷണവും കാര്യങ്ങളും കഴിഞ്ഞ് ഇവർക്ക് നഷ്ടപരിഹാരം കിട്ടുമ്പോഴത്തേക്കും 2-3-4 വർഷം കഴിയുന്നു. അതൊരു കാരണവശാലും കർഷകരുടെ ഭാഗത്തുനിന്ന് അനുവദിക്കാൻ പറ്റില്ല. അവർക്ക് കൃത്യമായ നഷ്ടപരിഹാരങ്ങൾ സമയബന്ധിതമായിട്ട് ഇതിൻ്റെ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഗവൺമെൻറ് ഇടപെട്ട് അവർക്ക് നഷ്ടം നല്ല, അതായത് ഇപ്പോൾ തുച്ഛമായ നഷ്ടമല്ല, ഇവർക്കുണ്ടായ നഷ്ടങ്ങൾ മുഴുവൻ നികത്തിക്കൊണ്ട് കർഷകരെ സഹായിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.